തുടരുക. ഇപ്പോൾ സി എ ജോസുകുട്ടി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം വിദേശകാര്യ വിദഗ്ധനാണ്. ശ്രീ ജോസുകുട്ടി, അമേരിക്കക്കെതിരെ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ, നമ്മളിത് പ്രതീക്ഷിച്ചതാണ് അല്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇറാൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക്, വേറൊരു തലത്തിലേക്ക് മാറും, അല്ലെങ്കിൽ അതിന് സാധ്യതകൾ ഉണ്ടായിരുന്നുവെന്ന് എല്ലാവരും തന്നെയൊക്കെ വിലയിരുത്തിയിരുന്നു. അപ്പോൾ ഖത്തറിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രമാണത്. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ഏറ്റവും അധികം യുദ്ധസജ്ജമായിട്ടുള്ള വിമാനങ്ങൾ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഖത്തർ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ആകെ വെസ്റ്റ് ഏഷ്യയിലുള്ള 40,000-ഓളം സൈനികരെ ഏകദേശം 19 കേന്ദ്രങ്ങളിലായിട്ടാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. അതാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഒരു സൈനിക സാന്നിധ്യത്തിന്റെ അടിത്തറ. ഈ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇറാന് നിഷ്പ്രയാസം, വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ ഇസ്രായേലുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അവിടെയെല്ലാം തന്നെ തങ്ങളുടെ പലതരത്തിലുള്ള മിസൈലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് ആക്രമിക്കാവുന്നതേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ താവളങ്ങളെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതെല്ലാം ഇപ്പൊ ഖത്തറാണെങ്കിലും ബഹ്റൈനാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും എല്ലായിടത്തും ഇറാന് വളരെ എളുപ്പത്തിൽ തന്നെ തങ്ങളുടെ മിസൈലുകൾ അയക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നൊരു സാഹചര്യം അവരും പ്രതീക്ഷിച്ചിരുന്നു. ചിലരൊക്കെ അതിന് ഇറാൻ മുതിരുമോ, ഇറാൻ അത്തരത്തിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയും പങ്കുവച്ചിരുന്നു. ഇപ്പോൾ രണ്ടായിരുന്നാലും യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചു, ഇറാൻ നേരിട്ട് അമേരിക്ക ആക്രമിക്കുന്നു. അതാണ് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ US കൂടി പങ്കാളിയായതോടുകൂടി ലോകത്തിന്റെ സമാധാനം, നെഞ്ചിടിപ്പ് കൂടിയിരുന്നു. ഇനി നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? സ്വാഭാവികമായിട്ടും അമേരിക്ക ഇതിന് പ്രതികാരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവും, അല്ലെങ്കിൽ ഇസ്രായേൽ വഴി അത് ചെയ്യും. എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള അക്രമം ഇറാന്റെ മേൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായും കാര്യങ്ങൾ ലോക സമാധാനത്തിലും പശ്ചിമേഷ്യയിലെ സമാധാനത്തെയും ഒക്കെ അത് ബാധിക്കും. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത് സമാധാനപരമായി അമേരിക്ക കൂടുതൽ സജീവമായിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നതായിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സൈനികമായ സമാധാന പ്രശ്നങ്ങൾ എന്നതിനപ്പുറത്ത് ഇത് ഈ മേഖലയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. നമുക്കറിയാമല്ലോ, പണ്ട് ഇറാഖ് കുവൈറ്റ് യുദ്ധമുണ്ടായപ്പോൾ ഇത്രയും ദൂരെ കിടക്കുന്ന ഇന്ത്യയെ അത് എത്രമാത്രം ബാധിച്ചുവെന്ന്. കാരണം ഈ പ്രദേശങ്ങളിലും ഈ രാജ്യങ്ങളിലും അല്ല, ഇപ്പൊ ഖത്തറിലാണെങ്കിലും അതിനോട് ചേർന്ന് കിടക്കുന്ന UAE, കുവൈറ്റ്, ഇത്തരം രാജ്യങ്ങളിലെല്ലാം എത്രയോ ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത്. അപ്പം ആ രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടാവുകയും അവിടെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരുള്ള ഒരു നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അപ്പൊ നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല ഇറാനിൽ ഏകദേശം 1500-ഓളം ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അവരിൽ പകുതിയിലധികം ആൾക്കാർ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇറാൻ പശ്ചിമേഷ്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ അവിടത്തുള്ള തദ്ദേശീയരേക്കാൾ കൂടുതലായിട്ടുള്ള ഇന്ത്യക്കാർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. അവരെല്ലാം നമ്മൾ കൊണ്ടുവരേണ്ടി വരും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ. മറ്റൊന്ന്, കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കവും ഓയിലിന്റെ ആണെങ്കിലും മറ്റ് സാമഗ്രികളുടെ ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ അത് അഫക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണവില കൂടും. എണ്ണവില കൂടുമ്പോൾ നമുക്കറിയാം എല്ലാ സാധനങ്ങളുടെയും വില നമ്മുടെ ഒരു സാഹചര്യത്തിൽ കൂടും. അപ്പോൾ അതിന് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളുണ്ട്. മാത്രമല്ല ഈ രാജ്യങ്ങൾ അവരുടെ സുരക്ഷയ്ക്കാണെങ്കിൽ കൂടിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. ഇവരെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണെങ്കിലും ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഇറാനേക്കാൾ ഉപരിയായി അമേരിക്കയുമായി അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ടാണല്ലോ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എടുക്കുന്ന നടപടികൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പൊ സാമ്പത്തികമായും സൈനികമായും അതുപോലെ തന്നെ മറ്റു തലങ്ങളിലുമൊക്കെ വലിയ പ്രത്യാഘാതം വന്നിട്ടുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യ എല്ലാ കാലങ്ങളിലും നമ്മളിപ്പം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം യുദ്ധം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. അതിനു മുമ്പേ അവിടെ യുദ്ധമാണ്, നമുക്കറിയാമല്ലോ.
ഇസ്രായേൽ ജൂതന്മാർ പല നാടുകളിലേക്ക് നാട് വിട്ടോടുന്ന ഒരു സാഹചര്യം. അതിനുശേഷം എത്രയോ പ്രാവശ്യമാണ് ജെറുസലേമിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എത്രയോ യുദ്ധങ്ങളാണ് അവിടെ അരങ്ങേറിയത്. അപ്പം ആ പ്രദേശത്തിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം, യുദ്ധത്തിന്റേതും അക്രമത്തിന്റേതുമായിട്ടുള്ള ഒരു സാഹചര്യം, വിവിധ ജനവിഭാഗങ്ങൾ അവർ സഹോദരങ്ങളാണെങ്കിൽ കൂടി മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന ഇവിടെ അവർ ഇപ്പോൾ ഈ അടി കൂടുന്നത്, യുദ്ധം ചെയ്യുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ശേഷി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശപ്പെടുത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തടയാൻ വേണ്ടി എടുത്ത നടപടി ഇപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഇതിപ്പോ ഒരു തുറന്ന യുദ്ധമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി എങ്ങനെയാണ് അമേരിക്ക പ്രതികരിക്കുന്നതെന്ന് അനുസരിച്ച് മാത്രമാണ് അതിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതൊരു സമാധാനത്തിന്റെ പ്രശ്നമായി, ലോക സമാധാനത്തിന്റെ പ്രശ്നമായി മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഖത്തറിനെ മാത്രമാണ് ആക്രമിച്ചിരിക്കുന്നത്. ക്രമേണ അത് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാം. ഇനി എങ്ങനെ അമേരിക്ക പ്രതികരിക്കുന്നു എന്നതനുസരിച്ച് ഇരിക്കും. മാത്രമല്ല, ലോകത്തിലുള്ള മിക്കവാറും രാജ്യങ്ങളൊക്കെ തന്നെ ഗൾഫ് സമ്പദ് വ്യവസ്ഥയുമായി വളരെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അവിടെ നിന്ന് ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പം ലോകത്തെ ആകെ സാമ്പത്തികമായി ബാധിക്കുന്ന, രാഷ്ട്രീയമായി ബാധിക്കുന്ന, അതായത് സാമ്പത്തികമായി ബാധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സൂചിപ്പിക്കുന്നത് പോലെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത് ലോക സമാധാനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിക്കുകയാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. അതുകൊണ്ട് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. അത് അതിനെ ആ തരത്തിലാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ആര് ശരി ആര് തെറ്റ് എന്ന് നമ്മൾ പറയുന്നതിനപ്പുറത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിൽ കാണുമ്പോൾ മനുഷ്യരാശിക്ക്, സമാധാനത്തിനും അവരുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പുരോഗതിക്കും വലിയ തടസ്സമായി ഈ സമാധാനക്കേട്, യുദ്ധം മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജോസൂട്ടി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ KB സാബിയാൻ കൂടി നമുക്കൊപ്പം ചേർന്നു, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ സാബിയാൻ, എന്തായാലും ഇനി അമേരിക്ക എങ്ങനെ പ്രതികരിക്കും അതാണ് നമ്മൾ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നത്. വൈറ്റ് ഹൗസിൽ ഇപ്പോൾ അടിയന്തര യോഗം ചേർന്നു എന്നുള്ള നിർണായക വിവരം ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. പ്രതിരോധ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയാണ് വൈറ്റ് ഹൗസിൽ എന്ന് മനസ്സിലാക്കുന്നു. അത് ഒരു മറുപടി കൊടുക്കാനുള്ള യോഗമായിരിക്കുമോ എന്ന് പ്രതീക്ഷിക്കണം? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നെതന്യാഹു ഇത് ഇറാനെ ഒരു ന്യൂക്ലിയർ പവർ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2015 ന്യൂക്ലിയർ ഡീലിൽ വെച്ച് IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് പരിപൂർണ ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറാന് യാതൊരു ന്യൂക്ലിയർ വെപ്പണും ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു. നെതന്യാഹു വളരെ ബുദ്ധിശേഷിയുള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അതറിയാം. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഇറാനെ പിന്നെ ആക്രമിച്ചു എന്നുള്ള ചോദ്യം ഉദിക്കുന്നു. അതിനുള്ള കാരണം, ഒന്ന്, ഈ ന്യൂക്ലിയർ ഡീല് പുരോഗമിച്ചിരുന്നെങ്കിൽ ഇറാനെതിരായിട്ടുള്ള സാങ്ഷൻസിൽ റിവോക്ക് ചെയ്യും. അപ്പോൾ ഇറാൻ ഒരു ശക്തിയായിട്ട് വരും ആ റീജിയനിൽ. അത് നെതന്യാഹുവിന് ഇഷ്ടമല്ല. കാരണം നെതന്യാഹുവിന്റെ മനസ്സിൽ ഇസ്രയേൽ ആയിരിക്കണം റീജിയണൽ ഹെജിമോൺ, മറ്റ് രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെ അനുസരിക്കണം. അത് കാരണമാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്, സ്ട്രേറ്റ് ഓഫ് ഹോർമസിനെ പറ്റി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ഇറാൻ അതിലുള്ള പാസേജസിന് കുറച്ച് നിബന്ധനകൾ ഏർപ്പെടുത്തിയേക്കാം. അപ്പോൾ ഇറാന് ഒരു കാര്യം ചെയ്യാം, ചൈനയ്ക്കും ഇന്ത്യയിലേക്കുമുള്ള ഷിപ്പിംഗ് പൊയ്ക്കോട്ടെ, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, അതായത് യൂറോപ്പിലേക്ക് പോകുന്ന ഷിപ്പിംഗ് പോവില്ല. അപ്പൊ ഒരു സെലക്റ്റീവ് പാസേജ് കൊടുക്കാൻ ഇറാന് കഴിയും. അതൊന്ന്. പിന്നെ താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരം, ട്രംപ് എന്താ ചെയ്യാൻ പോണെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. സെക്രട്ടറി ഓഫ് ഡിഫൻസിന്റെ നേതൃത്വത്തിൽ ആലോചനകൾ തുടരുന്നു. പക്ഷെ ട്രംപിൻ്റെതായ മനസ്സുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതുവരെ ഇറാൻ ചെയ്തിരിക്കുന്നത് സിംബോളിക്കാണ്. കാരണം ഖത്തറിനെ അല്ല അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ അൽ ഉദൈർ എന്ന് പറയുന്ന ബേസിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് 10 മിസൈൽസ് അയച്ചു. പിന്നെ ഇറാഖിലെ അമേരിക്കൻ ബേസിലേക്ക് ഒരു മിസൈൽ അയച്ചു. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ ഖത്തറിലുള്ള ഇന്ത്യക്കാരെ
തിരികെ കൊണ്ടുവരണം എന്ന് പറയുന്നത് യാതൊരു കാര്യവുമില്ല. കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു പക്ഷേ ഇത് ഒരു സിംബോളിക്കാണ്. തന്നെയുമല്ല, കൂടുതൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ തന്നെയും അത് ബേസിലേക്കായിരിക്കും. ഇറാൻ ഒരിക്കലും ഖത്തറിനെ പെർസെ അറ്റാക്ക് ചെയ്യില്ല.